ഒരപ്പച്ചനും അമ്മച്ചിയും 50 വർഷം അവർ കുടുംബജീവിതം നയിച്ചു. മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ കുടുംബജീവിതത്തിൻ്റെ വാർഷികം ആഘോഷിക്കാം. 50 വർഷമായില്ലേ, വലിയ കാര്യമല്ലേ 50 വർഷമൊക്കെ ജീവിക്കുക. വിദേശ രാജ്യത്തായതുകൊണ്ട് 50 വർഷത്തിന് വലിയ പ്രസക്തിയാണ്. അവരെല്ലാം കൂടെ കൂടി അവരപ്പച്ചനോടൊരു ചോദ്യം ചോദിച്ചു, അപ്പച്ച എങ്ങനെ ഈ 50 വർഷം എങ്ങനെ, ശബ്ദം കുറച്ച് പറഞ്ഞാൽ എങ്ങനെ സഹിച്ചെന്ന് 50 വർഷം അല്ലേ. അപ്പച്ചൻ പറഞ്ഞൊരൊറ്റ കാര്യമേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞപ്പോഴേ ഞങ്ങളൊരു തീരുമാനം എടുത്തായിരുന്നു. തീരുമാനം ഇതാണ്, ഭാര്യയോട് പറഞ്ഞിടി, എനിക്ക് ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നിയാൽ നീ കയർത്തൊന്നും പറയല്ല, ഞാൻ എന്ത് ചെയ്യും, അന്നേരം ഞാൻ വീട് വിട്ടിറങ്ങി അങ്ങ് പോകും. നീ വേണേ കഥ അടച്ചേര്, ഞാൻ വെളിയിലോ എവിടെയെങ്കിലും വന്ന് ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്തോളാം. അങ്ങനെ ഒരു ഉടമ്പടി എടുത്തിട്ട് അവർ കുടുംബജീവിതം തുടങ്ങി. അപ്പച്ചൻ പറഞ്ഞു, ഇന്ന് വരെ അത് ഞങ്ങൾ പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ 50 വർഷമായി ഞാൻ ഈ വരാന്തയിലാണ് കിടക്കുന്നത്, അകത്തോട്ട് കയറേണ്ടതായിട്ട് വന്നിട്ടില്ല. സന്തോഷമായില്ലേ? കുടുംബജീവിതം ആ ഒരു പ്രശ്നമില്ലാതെ 50 വർഷം പോകുന്നുണ്ട്. അപ്പോൾ പല സമയങ്ങളിലും അങ്ങനെയാണ് നടക്കുന്നത്. പലയിടത്തും കുടുംബജീവിതത്തിൽ ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് മാധ്യമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു, ദൂരെയുള്ളവരെ കാണാൻ കഴിയുമെങ്കിലും അടുത്തുള്ളവരെ പോലും കാണാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുക. ഇപ്പം നമ്മുടെ മൊബൈലും മാധ്യമങ്ങളും ഒക്കെ നമുക്ക് തരുന്ന സൗകര്യം ഏത് രാജ്യത്തുള്ളവരെയും എത്ര വേഗത്തിൽ വേണമെങ്കിലും നമുക്ക് കാണാനും സംസാരിക്കാനും കഴിയും. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരോട് നമുക്ക് സമയം ചെലവഴിക്കാൻ എന്ത് ചെയ്യുന്നില്ല, സമയം കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ എവിടേക്കോ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ